ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലയിൽ തൃപ്പങ്ങോട്ടൂർ മുതൽ വലിയന്നൂർ വരെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ കിടപ്പാടങ്ങളും ഏക്കർ കണക്കിന് കൃഷിഭൂമി നഷ്ടപ്പെടുത്തി മാഹി പുഴയെയും വളവട്ടണം പുഴയെയും ബന്ധിപ്പിക്കാൻ കൃത്രിമമായി ജലപാത നിർമ്മിക്കാനുള്ള സർക്കാർ പദ്ധതി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുതൽ സാമൂഹിക ആഘാത പഠനം നടത്തിയ ഏജൻസി വരെയുള്ള 14 പേരെ എതിർകക്ഷികളാക്കി ജലപാത വിരുദ്ധ സമിതി പ്രവർത്തകർ നൽകിയ റിട്ട് പെറ്റീഷനിൽ ഹൈക്കോടതി ജസ്റ്റിസ് വിജു എബ്രഹാമിൻ്റെ ബെഞ്ചാണ് സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജലപാത വിരുദ്ധ സമിതി പ്രവർത്തകരായ PP മോഹനൻ, IK പ്രകാശൻ, TB മനോഹരൻ, CK സത്യൻ തുടങ്ങിയവർ ഹൈക്കോടതിയിൽ നൽകിയ റിട്ട് പെറ്റീഷനിലാണ് കോടതി ഉത്തരവ്. കണ്ണൂർ ജില്ലയിൽ 56 കിലോമീറ്റർ നീളത്തിൽ ഭൂമി ഏറ്റെടുത്ത് 40 മീറ്റർ വീതിയിൽ ജലപാതയും ഇരുഭാഗത്തും 10 മീറ്റർ വീതിയിൽ റോഡും എന്നതായിരുന്നു പദ്ധതി. സ്വകാര്യ പൊതുപങ്കാളിത്ത പദ്ധതിയായിരുന്നു വിഭാവനം ചെയ്തത്. ഇത്തരം പദ്ധതികൾ നടപ്പാക്കുമ്പോൾ പാലിക്കേണ്ട കേന്ദ്ര സർക്കാരിന്റെ 2013 നിയമത്തിലെയും സംസ്ഥാന സർക്കാരിന്റെ 2015 നിയമത്തിലെയും വ്യവസ്ഥകൾ പാലിക്കാതെയാണ് സർക്കാർ പദ്ധതിയുമായി മുന്നോട്ട് വന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സാധാരണ നമ്മളൊരു നിവേദനം കൊടുത്താൽ തരുന്നൊരു മറുപടി ഉണ്ടല്ലോ, നടപടിക്കായി ഡിപ്പാർട്ട്മെൻറ്റിന് അയച്ചു കൊടുത്തിരിക്കുന്നതെന്ന്. അങ്ങനെ ഒരു മറുപടി കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് ഇതിൻ്റെ മേജർ പോർഷൻ ഉൾക്കൊള്ളുന്ന ഈ നമ്മളെ ബഹുമാന്യനായ കടന്നപ്പള്ളിയുടെ ആഫീസിൽ നിന്നോ അല്ലെ ഇതിൽ നിന്നോ ഇതിൻ്റെ ഒരു എക്നോളജ്മെൻറ്റ് പോലും തന്നിട്ടില്ല. അതാണ് സ്ഥിതി. ഏറ്റവും ഒടുവിൽ ഈ നവകേരള സദസ്സിൻ്റെ ദിവസം പാനൂരിലുള്ളൊരു പൊതുയോഗം വെച്ചിട്ട് നമ്മൾ സാമാന്യ രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിനെയൊക്കെ പറയാൻ പറ്റുന്ന ഭാഷയിൽ പൊതുയോഗത്തിൽ പറഞ്ഞപ്പോൾ KP മോഹൻ MLA ഒന്ന് അനങ്ങിയിരുന്നു. ഇതാണ് അതിൻ്റെ പൊതുവായിട്ടുള്ള സ്ഥിതി. ആ നിലയ്ക്ക് ഇത് തടയണമെങ്കിൽ ഇനി കോടതിയെ സമീപിക്കൽ മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന് കണ്ടതിൻ്റെ പേരിൽ നമ്മൾ ഇതിനെ ഈ ജലപാത വിരുദ്ധ സമരസമിതി എന്നൊരു സമിതിയുണ്ട്. ആ സമിതിയുടെ പേരിൽ നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു. ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു. ആ റിട്ട് പെറ്റീഷനിൽ കഴിഞ്ഞ 18-ാം തീയതി മിനിഞ്ഞാണ് കോടതി താൽക്കാലികമായി ഒരു ഇഞ്ചക്ഷൻ ഓർഡർ ഇട്ടു. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി തടഞ്ഞുകൊണ്ടുള്ള ഒരു ഓർഡർ ഇട്ടു. അപ്പോൾ ആ ഓർഡർ സംബന്ധിച്ച് നമ്മൾ ഇതിൻ്റെ വിഷമമനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ഓരോരുത്തരും നേരിട്ട് കണ്ട് പറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രയാസമാണ്. ഇത്തരം പദ്ധതികൾക്ക് മുന്നോടിയായി തയ്യാറാക്കേണ്ട വിശദമായ പ്രൊജക്ട് റിപ്പോർട്ടോ പ്രാഥമിക റിപ്പോർട്ടോ തയ്യാറാക്കാതെയും പരിസ്ഥിതി ആഘാത പഠനമോ സാമ്പത്തിക വിശകലനമോ നടത്താതെയും അർഹതയില്ലാത്ത ഒരു സ്വകാര്യ ഏജൻസി ഏൽപ്പിച്ചും നടത്തിയ വികലമായ സാമൂഹിക ആഘാത റിപ്പോർട്ടും അതിന്മേൽ നടത്തിയതായി പറയപ്പെടുന്ന സമിതിയുടെ ആധികാരിക റിപ്പോർട്ടുമാണ് രേഖയായി സർക്കാർ അംഗീകരിച്ചിട്ടുള്ളതെന്നും അവർ ആരോപിച്ചു. ഒരിക്കലും ഫലപ്രാപ്തിയിലെത്താത്ത ഈ പദ്ധതിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ സർക്കാർ ഇതിനകം ചെലവാക്കിയെന്നും ഭാരവാഹികൾ പറഞ്ഞു. നമ്മൾ ഈ ചാല പടിഞ്ഞാറക്കര എന്ന് പറയുന്ന നമ്മളെ ചാല ബൈപ്പാസ് തുടങ്ങുന്നിടത്ത് ശരിക്കും ഒരു 250-300 മീറ്ററേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അതുപോലെ ഏറ്റവും കൂടിയ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ വലിയന്നൂർ പുറത്തയിലാണ്. അത് 2.5 കിലോമീറ്റർ. അത് നമുക്കൊക്കെ അറിയുന്ന ആളുകളാണ്, ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയുന്ന പ്രദേശമാണ്. അപ്പോൾ ഇന്ന് ഈ പദ്ധതി ശരിക്കും പറഞ്ഞാൽ അനാവശ്യമാണ്. കോടികൾ വെറുതെ മുടക്കുക എന്നുള്ളതാണ്. പക്ഷെ ഗവൺമെൻറ്റിൻ്റെ വക്താക്കൾക്കോ ഇത് പറഞ്ഞിട്ട് ഒട്ടും തന്നെ ബോധ്യമായില്ല. വാർത്താസമ്മേളനത്തിൽ PP മോഹനൻ, TB മനോഹരൻ, രാജൻ കോരമ്പത്ത്, KB ചന്ദ്രൻ, ഉമേഷ് ബാബു, രമേശൻ കൊറ്റംകുന്ന് എന്നിവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.